വടകരയിൽ MDMA-യുമായി 2 പേർ പിടിയിൽ. വടകര പരിസര പ്രദേശങ്ങളിൽ ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുന്നതിൽ പ്രധാനികളായ 2 പേർ MDMA-യുമായി പോലീസ് പിടിയിൽ. വടകര താഴെയങ്ങാടിയിൽ നിന്നും മുട്ടുങ്കൽ സ്വദേശി അതുൽ രമേശും വടകര ലിങ്ക് റോഡിൽ നിന്നും തുറയൂർ സ്വദേശി സിനാനുമാണ് വടകര പോലീസിന്റെ പിടിയിലായത്. താഴെയങ്ങാടിയിൽ ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്ന ജനകീയ കൂട്ടായ്മയിലെ പ്രവർത്തകരാണ് അതുലിനെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സിനാനെയും പിടികൂടുന്നത്. 2 പേരെയും വടകര പോലീസ് അറസ്റ്റ് ചെയ്തു. വടകരയിൽ ഒരു വർഷം മുമ്പ് ആരംഭിച്ച ജനകീയ കൂട്ടായ്മ, ലഹരി വിരുദ്ധ ജനകീയ കൂട്ടായ്മ, ഒരു വർഷത്തെ പ്രവർത്തനത്തിന് ഇടയിൽ ഈ അടുത്ത കാലത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വാർത്താ ചാനലുകളിലും മീഡിയകളിലൊക്കെ നിറഞ്ഞു നിന്ന നമ്മളെ വേദനിപ്പിക്കുന്ന വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് ഈ അടുത്ത കാലത്ത് നമ്മൾ ഇതിനെതിരെ ശക്തമായ ഒരു പ്രവർത്തനം നടത്തേണ്ടതിന് ആവശ്യകത ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ഈ ലഹരിയെ നേരിടാൻ വേണ്ടി അവർക്കൊരു മുന്നറിയിപ്പ്, ഒരു താക്കീത് നൽകുക എന്നുള്ള ഉദ്ദേശത്തോടെ ഞങ്ങളുടെ പ്രദേശങ്ങളിൽ ബോർഡുകൾ സ്ഥാപിക്കുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ, നമ്മുടെ ഇതിൻ്റെ പ്രവർത്തകന്മാർ ശക്തമായി രാത്രികാലങ്ങളിലൊക്കെ സെർച്ച് നടത്തുകയും അങ്ങനെ നിരവധി ഈ ലഹരി ഉപഭോക്താക്കളെയും ലഹരി വിൽപ്പനക്കാരെയും നിയമത്തിന് മുമ്പിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി തന്നെ ഇന്നലെ ശനിയാഴ്ച ദിവസം സാധാരണഗതിയിൽ ലഹരി വിഭാഗം ശക്തമായി ഇറങ്ങുന്ന ഒരു ദിവസമാണ്. ഇന്നലെ നമ്മൾ രാത്രികാല സെർച്ച് നടത്തുമ്പോൾ നമ്മുടെ ഇടയിൽ ഇതുപോലെ വിൽപ്പന നടത്തുന്ന ആളുകളെ ശ്രദ്ധയിൽപ്പെടുകയും അവരെ നമ്മൾ കൃത്യമായി ഫോളോ ചെയ്തപ്പോൾ അവരിൽ നിന്നും ലഹരി വസ്തുക്കൾ, മാരകമായ സിന്തറ്റിക് MDM പോലുള്ള മാരകമായ വസ്തുക്കൾ നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നിലവിലെ പോലീസ് ഉദ്യോഗസ്ഥരെയും മറ്റ് സംവിധാനങ്ങളെയും അറിയിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഈ 2 ആളുകളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കിവിടെ ജനങ്ങളോട് പറയാനുള്ളത്, നാട്ടിൽ ഈ അരാജകത്വം, ലഹരിയുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൃത്യമായ ഇടപെടൽ ജനങ്ങൾ നടത്തേണ്ട ഒരു സാഹചര്യമാണ് എന്നുള്ള ഒരു സന്ദേശമാണ് ഞങ്ങൾക്ക് നൽകാനുള്ളത്. മാത്രമല്ല, ജനങ്ങൾ നോക്കുകുത്തികളായി മാത്രം നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ ദുരന്തം മുഴുവൻ വീടുകളിലും ഓരോ കുട്ടികളിലും ഇത് വന്നെത്തുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ളതാണ് ഇന്ന് സാഹചര്യം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ലഹരി ഉപഭോക്താക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ലഹരി വിൽപ്പനക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇതിവിടെ വെച്ച് നിർത്തുന്നതാണ് നല്ലത്. കേരളത്തിലെ ജനങ്ങൾ ഇതിനെതിരെ ശക്തമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഇന്ന് ഇവിടെ സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടക്കം എന്ന നിലയിൽ തന്നെയാണ് വടകര പോലുള്ള പ്രദേശങ്ങളിൽ ജനങ്ങൾ, യുവാക്കൾ രാത്രികാലങ്ങൾ ഉറക്കൊഴിഞ്ഞാണെങ്കിലും ശരി ഈ ലഹരി കൂട്ടായ്മയെ, ലഹരി ഉപഭോക്താക്കളെയും ലഹരി വിൽപ്പനക്കാരെയും നേരിടുക എന്നുള്ള ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ലഹരി വിപണനക്കാർ ഇതിൽ നിന്നും ശക്തമായി പിന്മാറുകയും അവർ ഇത്തരം പ്രവൃത്തിയിൽ നിന്ന് സ്വയം പിന്മാറി നാടിൻ്റെ നന്മകളായി മാറാൻ തയ്യാറാവുകയാണെങ്കിൽ അവർക്ക് വേണ്ടി എല്ലാവിധ പിന്തുണയും നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. അതിൽ നിന്നും 0.65 ഗ്രാം MDMA-യും സിനാനിൽ നിന്നും 1.5 ഗ്രാം MDMA-യുമാണ് പോലീസ് പിടികൂടിയത്. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് അറിയിച്ചു.